ഇന്നലെ നടന്ന കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിലാണ് തനിക്ക് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഉണ്ടെന്ന് നടൻ ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞത്. 41-ാം വയസ്സിലാണ് ആ രോഗാവസ്ഥ തനിക്ക് കണ്ടെത്തിയത് എന്നും ഫഹദ് വ്യക്തമാക്കുന്നു. കുട്ടിക്കാലത്തെ കണ്ടെത്താനായാൽ മികച്ച ചികിത്സയിലൂടെ എന്തായാലും ADHD മാറ്റാനാകുമെന്നും ഫഹദ് പറയുന്നു. താരം പറഞ്ഞ രോഗത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ? ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ അശ്രദ്ധ, എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ചേർന്നുള്ള രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. ചിലരിൽ മുതിർന്നാലും ഇത് മാറുകയില്ല. കുട്ടികളിൽ പഠനത്തെയും മറ്റും ADHD പ്രതികൂലമായി ബാധിച്ചേക്കാം. ADHD ഉള്ള കുട്ടി കൗമാരത്തിലെത്തിയാൽ പെട്ടെന്ന് ദേഷ്യം വന്ന് സംസാരിക്കുകയും തങ്ങളുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും കാരണമില്ലാതെ പ്രകോപിതനാവുകയും ചെയ്യാം. ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ എന്ന മാനസിക പ്രശ്നങ്ങളും കള്ളം പറയുക, മോഷണം, വീട്ടിൽ നിന്നും ഒളിച്ചോടി പോവുക തുടങ്ങിയ തീവ്രമായ സ്വഭാവ ദൂഷ്യങ്ങളും കുട്ടികളിൽ കാണാറുണ്ട്. ഫോൺ ഫ്രിഡ്ജിൽ വെച്ച് മറക്കുക, എന്തെങ്കിലും ചെയ്യാൻ ആരംഭിച്ച ശേഷം ഉദ്ദേശിച്ച കാര്യം മറന്നു പോവുക എന്നിങ്ങനെ മുതിർന്നവരിൽ കണ്ടുവരുന്ന ഹ്രസ്വകാല ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ ADHD ലക്ഷണമാണ്. വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറാണ് കാരണം. മറ്റൊന്ന് സമയത്തെക്കുറിച്ച് ധാരണ ഇല്ലാത്തതാണ്. വൈകി വരിക, എന്തെങ്കിലും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക, ചെറിയ ജോലികളാണെങ്കിൽ പോലും ചെയ്തു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവയും ADHD ലക്ഷണങ്ങളാണ്. തലച്ചോറിന്റെ പ്രീഫോണ്ടൽ കോർട്ടെക്സ് സജീവമല്ലാതിരിക്കുക, ഇതിനെ ഉത്തേജിപ്പിക്കുന്ന ഡോപാമിൻ തകരാറുകൾ എന്നിവയാണ് കാരണം. അശ്രദ്ധ പോലെ തന്നെ ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നലും ശ്രദ്ധയും നൽകുന്നത് ADHD ലക്ഷണമാണ്. ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആ പ്രവൃത്തിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ബുദ്ധിമുട്ട്, സമയമില്ലാതെ അതിൽ തന്നെ മുഴുകിയിരിക്കുക എന്നിവയും ലക്ഷണങ്ങളിൽ പെടുന്നു. ഡോപാമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഇതിന് പിന്നിൽ. ചിന്തയിൽ മുഴുകി പരിസരം മറന്നു പോവുക, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിൽ നിന്നും തെന്നിമാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക എന്നിവയും ADHD മൂലം സംഭവിക്കാം. തലച്ചോറിലെ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലമാണിത്. കൂടാതെ നിരാകരണങ്ങളെ കൈകാര്യം ചെയ്യാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അമിത ചിന്ത, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവയും പിന്നാലെ വരാം. ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ അസന്തുലനം വൈകാരിക പ്രതികരണങ്ങളിലേക്കും നയിച്ചേക്കാം. എന്തുകൊണ്ട് ADHD ഉണ്ടാകുന്നു എന്നത് ഇന്നും അജ്ഞാതമാണ്. എങ്കിലും ജനിതകപരമായ ഘടകങ്ങൾ, തലച്ചോറിനേൽക്കുന്ന പരിക്കുകൾ, കുട്ടികളിലെ മാസം തികയാതെയുള്ള ജനനം, ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും ADHD സാധ്യത വർദ്ധിപ്പിക്കുന്നവയാണ്. ഗർഭിണിയായിരിക്കെ ലഹരി ഉപയോഗിക്കുന്നതും കുട്ടികളിൽ ADHDക്ക് കാരണമായേക്കാം. ഒന്നിലധികം പരിശോധനകളിലൂടെയാണ് ADHD സ്ഥിരീകരിക്കുന്നത്. തലച്ചോറിലെ ഡോപാമിൻ, നോർഅഡ്രിനാൽ എന്നീ രാസവസ്തുക്കളുടെ പ്രവർത്തന വൈകല്യം മൂലമുള്ള അസുഖമായതിനാൽ മരുന്നുകളും സ്വഭാവ രൂപീകരണ ചികിത്സയും ആവശ്യമാണ്. എന്നിരുന്നാലും രോഗിയും കൂടെയുള്ളവരും ഇതൊരു ക്ലിനിക്കൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യപടി.